ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കഥ പറയാം. ആ കഥയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായ ഗുണപാഠം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കഥ തുടങ്ങാം. അപ്പം ഒരു പാവം പിടിച്ച ഒരു അമ്മയുണ്ട്. അമ്മയ്ക്കൊരു മോനുണ്ട്. ഭയങ്കര പിടിവാശിക്കാരനും ദേഷ്യവുമാണ് ആ മോന്. ഈ അമ്മയാണെങ്കിൽ മോൻ്റെ ദേഷ്യം കൊണ്ട് അങ്ങ് പൊറുതി മുട്ടി. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഭയങ്കര ദേഷ്യവും എന്തൊക്കെയാണ് മോൻ ചെയ്യുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ആ സമയത്താണ് ആ അമ്മയോട് വന്ന് അടുത്തൊരാൾ വന്നിട്ട് പറയും, ദാ ഇവിടെ ഒരു സ്വാമി വന്നിട്ടുണ്ട്, ആ സ്വാമി ഒന്ന് കൊണ്ടുവന്ന് മോനെ ഒന്ന് കാണിക്കാൻ പറയും. അങ്ങനെ ആ സ്വാമിയുടെ അടുത്ത് മോനെ കൊണ്ടുപോയി കാണിച്ചിട്ട് മോൻ്റെ വാശിയും ദേഷ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ അമ്മ സ്വാമിയോട് പറയുകയാണ്. അപ്പം ആ സ്വാമി 3 കൂട്ടം കാര്യം എടുത്തു കൊടുക്കും മോൻ്റെ കയ്യിൽ. കുറച്ച് ആണി, ഒരു വലിയ തടി, ഒരു ചുറ്റിക. ഇത് 3ഉം കൊടുത്തിട്ട് പറയും, മോന് ദേഷ്യം വരുമ്പോൾ ഈ ആണി വെച്ചിട്ട് ചുറ്റിക കൊണ്ട് തടിക്കകത്ത് അടിച്ച് മോൻ്റെ ദേഷ്യം തീർക്കെ അതെല്ലാം അടിച്ച് അതിനകത്ത് നിറയ്ക്കണമെന്ന് പറയും. എന്നിട്ട് മോനെ ഒരു സമയം പറഞ്ഞിട്ട് പറഞ്ഞ സമയമാകുമ്പോഴത്തേക്കും മോനിഞ്ഞ് പറഞ്ഞതെന്ന് പറയാം. അങ്ങനെ പോയിട്ട് ഈ സമയത്ത് മടങ്ങി സ്വാമിയുടെ അടുത്തോട്ട് വരികയാണ്. അപ്പം സ്വാമി പറയും, നിൻ്റെ ദേഷ്യത്തിന് നീ ആണിയെല്ലാം അടിച്ചെടുത്തു ഇല്ലേ, അപ്പം ശരി, നീ ആണിയൊക്കെ ഒന്ന് ഊരാൻ നോക്കുന്നത്. ഈ കൊച്ച് എത്ര ശ്രമിച്ചിട്ട് ഊരാൻ പറ്റുന്നില്ല. അപ്പം സ്വാമി പറയും, മനസ്സിലായോ, ദേഷ്യം വരുന്ന സമയങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും ഒരിക്കലും ദേഷ്യം മാറുമ്പോൾ നമുക്കത് തിരിച്ചെടുക്കാനും ഒന്നും പറ്റത്തില്ല. അതുപോലെ മറ്റുള്ളവരുടെ മനസ്സിലിരിക്കുന്ന മുറിവുകളും വിഷമങ്ങളും ഒരിക്കലും നിനക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ശാന്തമായിട്ടും സ്വസ്ഥതയായിട്ടും ആ സമയത്ത് മൗനമായിട്ട് ഇരിക്കുകയാണ് എന്നിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയും. അപ്പം ഈ മകന് താൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായിക്കൊണ്ട് അമ്മയോട് മാപ്പി ചോദിച്ചിട്ട് ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല, ഇനി ഞാനിങ്ങനെ ഇങ്ങനെയുള്ള ദേഷ്യങ്ങളൊന്നും ഇനി ഞാൻ ആവർത്തിക്കത്തില്ല, അമ്മയെ വിഷമിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ കൂടെ പോവുകയാണ്. അപ്പം ഇതിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് മനസ്സിലായ ഗുണപാഠം എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ.